നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16 സീറ്റ് ആവശ്യപ്പെടാൻ യൂത്ത് കോൺഗ്രസ്. കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. മത്സരിക്കേണ്ട നേതാക്കളുടെ കാര്യത്തിലും ധാരണയായി. റാഫി കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. റാഫി, ഈ ലക്ഷ്യ ക്യാമ്പിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ചർച്ച, ഒപ്പം ഒരു പ്രമേയം യുവാക്കളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച് പാസ്സാക്കണമെന്നൊക്കെയുള്ള ആലോചനയിലാണ് ഈ സംസ്ഥാന കമ്മിറ്റി ചേർന്നത്. ഏതായാലും 16 പേരുടെ പേരും യൂത്ത് കോൺഗ്രസ് ഉറപ്പിക്കുന്നു. പാർട്ടി ഇതിനെ എങ്ങനെ പരിഗണിക്കും? കോൺഗ്രസ് തീർച്ചയായും ആദ്യഘട്ട ചർച്ചയിൽ തന്നെയാണ് ഈ 16 പേരുകൾ സംസ്ഥാന നേതൃത്വത്തിന് അറിയിക്കാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 16 നേതാക്കളുടെ പേരുകളും ഈ മത്സരിക്കേണ്ട കണക്കിൽ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ചകളാണ് ഇനി നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച സീറ്റുകളിലെല്ലാം വലിയ വിജയം നേടാൻ യൂത്ത് കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതായിരുന്നു കമ്മിറ്റി ചർച്ചയിലെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ, യൂത്ത് കോൺഗ്രസിന്റെ പേരുകൾക്ക് പകരം മത്സരിച്ച മുതിർന്ന നേതാക്കൾ പലരും 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക, ആ സീറ്റുകളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തിയത്. ഈ ചർച്ചയിലാണ് 16 സീറ്റുകൾ ആവശ്യപ്പെടാൻ 16 സീറ്റുകളിലേക്ക് 16 പേരുകൾ നേതൃത്വത്തിന് മുന്നിലേക്ക് വയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ലിസ്റ്റിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ്, ഒപ്പം തന്നെ ബിനു ചുള്ളിയൽ അടക്കമുള്ള പേരുകളാണ് നിലവിലുള്ളത്. അബിൻ വർക്കിയും, ഒപ്പം തന്നെ കെ എം അഭിജിത്തും, ഹരിത ബാബുവും, ഒപ്പം തന്നെ വസന്ത് സുരേഖും എല്ലാം തന്നെ ഇത്തവണ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവരുടെ പേരുകൾ കൂടി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് നിർദ്ദേശിക്കുക, കോൺഗ്രസിന് മുന്നിലേക്ക് നിർദ്ദേശിക്കുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇനി ചർച്ചകൾ പുരോഗമിക്കാനുണ്ട്. ഈ ചർച്ചകൾക്ക് ശേഷം ഇവർ മത്സരിക്കേണ്ട മണ്ഡലങ്ങൾ സംബന്ധിച്ചിടത്തോളമുള്ള തീരുമാനമുണ്ടാകും. നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂരും, ഒപ്പം തന്നെ അബിൻ വർക്കി ആറന്മുളയിലും, അരിത ബാബു കായംകുളത്തും, അബ്ദുൾ റഷീദ് തളിപ്പറമ്പിലും, വസന്ത് സിരേഖ് പൂഞ്ഞാറിലും, സോയ ജോസ് കുന്നംകുളം എന്നിങ്ങനെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ കെ എം അഭിജിത്തിനെ കോഴിക്കോട് അടക്കം ആ നിലയിൽ പരിഗണിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനാണ് നിലവിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ട 16 നേതാക്കളുടെ പേരാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഏതാണ്ട് പലരുടെയും പേരുകൾ പല മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ പരിഗണനയിലുള്ളതാണ്. എന്നാൽ പുതിയ പേരുകൾ കൂടി കേൾക്കുന്നു. ഇതിനെ എങ്ങനെ കോൺഗ്രസ് പരിഗണിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.